എല്ലാ മനുഷ്യർക്കും അവരുടേതായൊരു ചുറ്റുപാട്, പരിസരം ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതിൽ നമ്മുടെ പരിമിതികളുണ്ട്, നമ്മുടെ സാധ്യതകളുണ്ട്, കഴിവുകളുണ്ട്, കഴിവുകേടുകളുണ്ട്. ഇവയെല്ലാമുള്ള അതിൻ്റെ എല്ലാം ഒരു ആകത്തുകയാണ് ഞാനെന്ന വ്യക്തി, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും. ആ നമ്മളെ അങ്ങനെ നിലനിർത്തിയിരിക്കുന്നതിൽ ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ജീവിതം യഥാർത്ഥമായിട്ട് അർത്ഥമുള്ളൊരു ട്രാക്കിലേക്ക് കയറുന്നത്. പലപ്പോഴും നമ്മുടെ പരിമിതികളെ നോക്കി പല ആളുകളും വിധി എഴുതുകയും വിലപിക്കുകയും ചെയ്യുന്നത് കാണാറുണ്ട്. എനിക്കിങ്ങനെയാണ്, എൻ്റെ സാഹചര്യങ്ങൾ ഇങ്ങനെയാണ്, എൻ്റെ ജീവിതം ഇങ്ങനെയാണ്, എനിക്ക് ഇന്ന കഴിവുകൾ എനിക്കില്ല, എനിക്ക് എന്നെ സഹായിപ്പാൻ ആരുമില്ല, അല്ലെങ്കിൽ ഞാൻ ജനിച്ച സാഹചര്യം ഇങ്ങനെയായിപ്പോയി, ഞാൻ വളർന്ന കുടുംബം ഇങ്ങനെയായിപ്പോയി, എൻ്റെ കുടുംബത്തിലുള്ളവരിങ്ങനെയായിപ്പോയി, ഞാൻ കടന്നതിൻ്റെ അനുഭവങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ്. ആയിക്കൊള്ളട്ടെ, നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളൊന്നും തന്നെ നമ്മിലുള്ള ദൈവപ്രവൃത്തിയെ തടഞ്ഞു വെക്കുന്നില്ല. ദൈവത്തിന് ഏത് മനുഷ്യൻ്റെയും ഏത് സാഹചര്യത്തിലും പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയും. ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന സകല കാര്യങ്ങളിലും ദൈവത്തിന് തൻ്റെതായ പദ്ധതികളുണ്ട്. അത് നമുക്ക് സുഖകരമായതോ അസുഖകരമായതോ ഏതായിരുന്നാലും ജീവിതത്തിൽ സംഭവിക്കുന്ന സകല കാര്യത്തിലും ദൈവത്തിന് തൻ്റെതായ ദൈവിക പദ്ധതികളുണ്ട് എന്ന് തിരിച്ചറിയുക. നമ്മുടെ ജീവിതത്തെ ഏതവസ്ഥയിൽ നിന്ന് പണിതെടുക്കുവാനും നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്.